യൂട്യൂബറായ സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണനെതിരെ കേസ് കൊടുക്കാനുണ്ടായ സാഹചര്യം വെളിപ്പെടുത്തി നടി ഉഷ ഹസീന. മാനസിക പ്രശ്നമുള്ള ഒരാളെന്ന തോന്നലിലാണ് ഇയാൾക്കെതിരെ മുമ്പ് പ്രതികരിക്കാതിരുന്നതെന്നും എന്നാൽ അയാൾ മലയാള സിനിമയിലെ മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇട്ടത് ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ലെന്നും ഉഷ പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. കാശ്മീരിൽ ഭീകരരുടെ ക്രൂരത മൂലം മരണപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഈ തീരാ ദുഃഖം താങ്ങുവാനുള്ള മനഃശക്തി മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാവട്ടെ. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. ഇന്നലെയും ഇന്നുമായി എൻ്റെ സഹപ്രവർത്തകർ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും അതിൻ്റെ സ്ക്രീൻഷോട്ടും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി. അയാളുടെ ഫേസ്ബുക്ക് പേജിൽ സിനിമാ നടികളെ വേശ്യകളാണെന്നും 2 ദിവസം മുൻപ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇയാൾ ഇങ്ങനെ പോസ്റ്റ് ഇട്ടതെന്ന് അറിയില്ല. 40 വർഷമായി ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. എനിക്ക് മുൻപും ശേഷവും ഇപ്പോഴും ആയിരക്കണക്കിന് സ്ത്രീകൾ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇടമാണ് സിനിമ. ഈ സ്ത്രീകളൊക്കെ വേശ്യകളാണെന്ന് പറയാൻ ഇയാൾക്ക് എന്താ അതിന് മറുപടി പറയേണ്ടത്? ഇതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇയാളുടെ ഇതിനു മുൻപുള്ള പോസ്റ്റുകളും കോലാഹലങ്ങളുമൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ എല്ലാവരും പറയും തലയ്ക്ക് സുഖമില്ലാത്ത ആളാണെന്ന്, മാനസിക രോഗിയാണോന്നൊക്കെ. അപ്പോഴും ഞാൻ വിചാരിക്കും പാവം സുഖമില്ലാത്ത ആളാണെന്ന്. പക്ഷേ പിറ്റേ ദിവസം അയാൾ നേരെ വിപരീതമായി പറയും. ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്ത്രീകൾക്കെതിരെയാണ് അയാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. തലയ്ക്ക് സുഖമില്ലെങ്കിൽ അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൊണ്ടുപോയി ചികിത്സിക്കണം. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് ചികിത്സിച്ച ശേഷം അയാൾ പുറത്തു കൊണ്ടുവരൂ. അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകളെ ഇങ്ങനെ അപമാനിച്ചു കൊണ്ടേയിരിക്കും. ഭ്രാന്തനാണെന്ന് പറഞ്ഞ് ഇയാൾക്കെതിരെ ആരും ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. നിയമപരമായ നടപടിയെടുക്കാനും കയ്യിൽ കിട്ടിയാൽ കൈകാര്യം ചെയ്യാനും ഞങ്ങൾക്ക് നന്നായി അറിയാം. നല്ല ചുട്ട അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. അയാളുടെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? എല്ലാ സ്ത്രീകളെയും പോലെ ഞങ്ങളും ജോലി ചെയ്യുന്ന സ്ഥലമാണ് സിനിമ. സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ മോശക്കാരാണെന്ന് പറയുന്ന പ്രവണതയുണ്ട്. മറ്റുള്ള സ്ത്രീകളെ പോലെ തന്നെയാണ് ഞങ്ങളും ജോലി ചെയ്യുന്നത്. ദയവായി അത് മാറ്റണം. ഈ വ്യക്തിക്കെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരായ സ്ത്രീകളായ അഭിനേതാക്കളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മളിതിങ്ങനെ വിട്ടുകൊടുക്കരുത്. ഇന്ന് ഇയാൾ ഭ്രാന്തനല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും പോസ്റ്റ് ഇടും. ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ നാളെ ഇതിനപ്പുറം പറയും ഇയാൾ. വേറെ ആളുകൾക്ക് ഇത് പറയാനുള്ള ഒരു പ്രചോദനം കൂടിയാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം. ഈ വ്യക്തിയെ വെറുതെ വിടരുത്. ഇക്കാര്യത്തിൽ നിങ്ങളും പ്രേക്ഷകരും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം. എൻ്റെ പരാതിയുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. അമ്മ അസോസിയേഷനിൽ അൻസിബയുടെ നേതൃത്വത്തിൽ ഇയാൾക്കെതിരെ നേരത്തെയും പരാതി പോയിട്ടുണ്ട്. നാളെ ഒരാൾക്ക് ഇതുപോലെ പറയാനുള്ള ധൈര്യം ഇനി ഉണ്ടാകരുത്. ആ രീതിയിൽ വേണം നമ്മൾ അഭിനേതാക്കളെല്ലാം ഈ കേസിനൊപ്പം നിൽക്കാൻ. ഉഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ നടിമാർക്കെതിരെ ഇയാൾ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. നടി നിത്യ മേനോനെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ശല്യം ചെയ്ത ഇയാളെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടിരുന്നു. മറ്റ് നടിമാരോടും സമാന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അടുത്തിടെ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം ബസൂക്കയിൽ സന്തോഷ് വർക്കി അഭിനയിച്ചിരുന്നു.